നമസ്കാരം ബ്രിട്ടാസ്. നമസ്കാരം ശൈലജ ടീച്ചർ. നമസ്കാരം. ശൈലജ ടീച്ചറോട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ നമസ്കാരം എന്നുള്ളതിനെക്കാട്ടിലൊക്കെ മുമ്പ് ഈ ലോകത്തുള്ള ഓരോ മലയാളിയും പറയേണ്ടത് 1000 നന്ദിയാണ്. അത്രയും ഫലപ്രദമായിട്ടാണ് ഈ ലോകത്ത്, ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ ലോകത്ത് തന്നെ ഈ ഒരു COVID-19 എന്ന ഒരു വൈറസിനെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും ഫലപ്രദമായി ഇതിനെ നേരിടുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്വന്തം കേരളം. അതിലേറെ അഭിമാനമുണ്ട്. അത് പറയാനായിട്ട് ഞാൻ ഇടയ്ക്ക് ടീച്ചറെ വിളിച്ചിരുന്നു. അപ്പോൾ അന്ന് അത്രയും തിരക്ക് പിടിച്ച എനിക്ക് ഉറപ്പാണ് ഒരു 1000കണക്കിന് ഫോൺ കോളും മീറ്റിങ്ങുകളും ചർച്ചകളും ഒക്കെ അതിൻ്റെ ഇടയിലാണ് ഞാൻ വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലും ടീച്ചർ സ്നേഹപൂർവ്വം എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞത് പുസ്തകങ്ങൾ വായിക്കാൻ സമയം കണ്ടെത്തണം കേട്ടോ കുഞ്ഞെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും സ്നേഹത്തോടെയാണ് എന്നും ടീച്ചർ എന്നോടും പെരുമാറിയിട്ടുള്ളത്. അതിലപ്പുറം 10,000 മടങ്ങ് സ്നേഹവും ബഹുമാനവും എനിക്ക് തിരിച്ച് ടീച്ചറോടും ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് ചോദിക്കാൻ ഭയങ്കര ടെക്നിക്കലോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ എനിക്കറിയില്ല. എനിക്ക് അന്ന് പറഞ്ഞ ഒരു കാര്യം എനിക്കിപ്പോഴും പറയാനുള്ളൂ. ഇതിൻ്റെയൊക്കെ ഇടയിൽ ടീച്ചർ സ്വന്തം ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, നമ്മളൊക്കെ ഇത് വാർത്തകളും ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങാറുണ്ട്. ടീച്ചർക്കൊക്കെ ഇതിനുള്ളൊരു സമയം കിട്ടാറുണ്ടോ? ഈ ഓരോ ദിവസവും പുതിയ പുതിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലും ടീച്ചർക്ക് ഉറങ്ങാൻ സമയം കിട്ടാറുണ്ടോ എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താണെങ്കിലും ഇതേപോലെ തന്നെ ഭംഗിയായി എഫിഷ്യൻ്റായി കൈകാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെയൊക്കെ കേരളത്തിലെ മാത്രമല്ല എല്ലാ സ്ത്രീകളുടെയും അഭിമാനമായി എന്നും നിലകൊള്ളാനുള്ള ഒരു ശക്തി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി മനസ്സ് നിറഞ്ഞ നന്ദി ശൈലജ ടീച്ചറോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു അവസരം തന്നതിന് ബ്രിട്ടാസ് സാറിനും നന്ദി. നന്ദിയുണ്ട് മഞ്ജു. എത്ര പേരാണ് മഞ്ജുവിനോട് എനിക്കൊരു പ്രത്യേകിച്ചൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. കാരണം ഒരു പെൺകുട്ടി ജീവിതത്തിൽ തളർന്നു പോകാതെ എന്തൊരു ഒരു വാശിയോടെയും അതുപോലെ തന്നെ റോൾ മോഡലാണ് എനിക്ക് തീർച്ചയായിട്ടും മഞ്ജുവിനോട് ഭയങ്കര അത് എനിക്ക് നന്നായിട്ട് വായിക്കും. അഭിനയത്തെക്കുറിച്ച് പിന്നെ ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ ഈ കാര്യത്തിലും ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മഞ്ജു താല്പര്യം കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. മഞ്ജു എന്നോട് ചോദിച്ചു ഉറങ്ങാൻ കഴിയാറുണ്ടോ?